ഉണ്ടെങ്കിലും ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ ഈ വർഷം അങ്ങനെ ഒരു ചടങ്ങ് നമ്മൾ നടത്തുന്നില്ല. ഒരു ചടങ്ങ് നടത്തുന്നില്ല എന്നുള്ള സത്യമാണ്. ഞാൻ ചിലപ്പോൾ കാണും, എനിക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും അത്യാവശ്യം കാണുമായിരിക്കും. മനസ്സിലായോ? അവിടെ വീട്ടിൽ ഒരു ചടങ്ങും ഇല്ല. നമ്മൾ ഏത് പിന്നെ രേണുവിന്റെ തുണിയില്ലാതെ നടക്കുന്ന ഏത് ഫോട്ടോ നിങ്ങളുടെ ഇത് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇത് നമ്മുടെ ഒരു ചാനലാണ്. ഈ രേണുസുതി എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് ഇനി തൊടത്തില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചൊരു കാര്യം തന്നെയാണ്. പക്ഷെ ഇപ്പം രേണുസുതി എന്ന് പറയുന്നൊരു ടോപ്പിക്ക് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും അങ്ങോട്ട് റിയാക്ട് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്കിന് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയ അവസ്ഥ എത്രത്തോളം ഉണ്ടെന്ന്. നമ്മൾ പലപ്പോഴും വീഡിയോ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേന് പല വ്യക്തികളും ചെയ്യുന്നൊരു കോമന്റ് ഉണ്ടായിരുന്നു. മെയിനായിട്ട് ഇത് കോമൺ ആയിട്ടുള്ളൊരു സാധനം, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ റിയാക്ട് ചെയ്യുന്നത്. ഓൾറെഡി അവർക്ക് വേണ്ടത് ഇതുപോലുള്ളൊരു ഫെയിം തന്നെയായിരുന്നു. ആ ഫെയിം നിന്നുകൊണ്ടാണ് ഈ നിമിഷം വരെ സോഷ്യൽ മീഡിയയിൽ നിലനിന്ന് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പം ഈ ഒരു നിമിഷം മുതൽ വീഡിയോസിന്റെ അളവ് വളരെയധികം കുറഞ്ഞു. കാരണം അവർ എത്രത്തോളം നെഗറ്റിവിറ്റികൾ എടുത്ത് കാണിച്ചാലും അതൊന്നും റിയാക്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല. കാരണം എന്താണെന്ന് നമുക്കറിയാം. ഒരു മെഡിക്കൽ കണ്ടീഷൻ അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാധനം ഉള്ളതുകൊണ്ട് ആരും വലുതായിട്ട് ഇതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നതുമില്ല. ഞാനും ഈ സാധനം ഇവിടെ വെച്ച് തന്നെ ക്ലോസ് ചെയ്ത് വിട്ടൊരു കാര്യമാണ്. പക്ഷേ ഈ റിയാക്ട് ചെയ്യുമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം നിങ്ങൾ കാണണം. നിങ്ങളിൽ പലരും ചിലപ്പോൾ ഇങ്ങനൊരു സാധനം കണ്ടിട്ടില്ലായിരിക്കും. ആ കാണാത്ത സാധനം വ്യക്തമായിട്ട് കാരണം. നമ്മൾ പലപ്പോഴും രേണുസുതിയുടെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കണ്ടിട്ടുണ്ട് രേണുസുതിയുടെ വോയിസ് ആയിട്ട് വരുന്നത് സജീനയായിരിക്കും, അല്ലേ? രേണുസുതിക്ക് പറയാനുള്ള കാര്യങ്ങൾ സജീനയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഇവരെല്ലാം ഒരു അന്തർധാരയിലുള്ള ആൾക്കാരാണ്. ഇപ്പം ഇവരുടെ ഒരു ഷോർട്ട് ഫിലിം റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ സജീന എല്ലാം ഉൾപ്പെടെ അഭിനയിച്ചോട്ട് സാധനം. ആ സാധനം എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് രേണുസുതിക്ക് എതിരെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന മഞ്ജു ആന്റണി, ഫേസ്ബുക്കിലൊക്കെ ഉള്ള ആൾക്കാർക്കറിയാം, അവരെടുത്ത് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി നിലവാരം എത്രത്തോളം ഉണ്ടെന്ന്. രണ്ട് വീഡിയോ ക്ലിപ്പ് ഞാൻ കാണിക്കാം, എന്നിട്ട് ഞാൻ അതിലേക്ക് പോവാം വ്യക്തമായിട്ട് തന്നെ. നല്ല കാര്യമാണ്. എന്റെ പൊന്ന് ഫുൾ ഫ്രെയിം എന്നോട് ഇനി ചോദിക്കരുത്, താല്പര്യമില്ല പറയാം. കാരണം ഇനോഗ്രേഷൻ ചെയ്യുന്നത് നല്ലതാണ്, റീച്ച് കിട്ടിട്ട് ഇനോഗ്രേഷൻ ചെയ്യട്ടെ, നല്ല കാര്യം. നമുക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. സൂപ്പറാണ്, അടിപൊളിയാണ്, സൂപ്പർ. ഹാപ്പി ആയിട്ടല്ലേ സൂപ്പറാണെന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങള് ഇനോഗ്രേഷൻ സമയത്ത് എനിക്ക് തോന്നുന്ന ഒരു ചാനൽ വന്ന് ചോദിച്ചു അമ്മയെ കുറിച്ച് എന്താ അഭിപ്രായം. ഇപ്പൊ എന്താ പറഞ്ഞു? സൂപ്പറാന്നല്ലേ പറഞ്ഞു. അതുപോലെ എനിക്ക് തിരിച്ചവൻ സൂപ്പറാണ്, അത്രേ ഉള്ളൂ. തീരെ അസൂയയും കുശുമ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ ഒരു സംസാരത്തിൽ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലേ. എന്തായാലും കൊള്ളാം, കുഴപ്പമില്ല, നല്ല കാര്യം. നമ്മളെല്ലാവരും ഈ ഒരു ടോപ്പിക്ക് ഓൾറെഡി സ്റ്റോപ്പ് ചെയ്തൊരു സാധനം തന്നെയാണ്. അതുകൊണ്ട് ഇതിനകത്തിന് വലുതായിട്ടിട്ട് ചെകയാനും എടുക്കാനും ഒന്നും നിൽക്കുന്നില്ല. അടുത്തൊരു ഈ സുതി ഉള്ളത് കൊണ്ടാണ് എന്നെ വിറ്റുവന്മാര് കാശാക്കിയത്. അപ്പൊ ഇവന്മാര് തന്നെയല്ലേ സുതിയെ വിറ്റ് കാശാക്കിയത്. എന്നാൽ ഇപ്പം ഈ ഒരു കോണ്ടന്റ് ആരും എടുത്തു ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല. അപ്പൊ വിൽപ്പന വലുതായിട്ട് കുറഞ്ഞു. അപ്പൊ ആരെങ്കിലും ഒരാളെ വീണ്ടും കുത്തി വിടണം. ഞാൻ 1-2 വീഡിയോസ് ഞാൻ ഇന്നലെ മെനഞ്ഞാന്നൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. കാരണം ആരും റിയാക്ട് ചെയ്യാതിരിക്കുമ്പോഴത്തേക്കും എക്സ്ട്രീം ലെവലിലുള്ള പീക്ക് ഡയലോഗ്സ് ഒക്കെ കൊണ്ടുവരുന്നു. അതൊന്നും എടുക്കുന്നില്ല. ഞാൻ ഉൾപ്പെടെ ആ സാധനം എടുത്തിട്ടില്ല. ഇപ്പൊ ഇങ്ങനൊരു സാധനം, അതായത് റിയാക്ട് ചെയ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സാധനം എടുത്ത് പടച്ചു വിടുമ്പോഴത്തേക്കിന് എന്ത് വേണം? നിങ്ങൾ എല്ലാവരും കാണണം, നിങ്ങൾ അറിയണം അവർ ഏത് രീതിയിലുള്ള റീച്ച് ആയിരുന്നു ആഗ്രഹിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം. സുധിയുടെ ആണ്ട് 2 വർഷം കഴിഞ്ഞ് 3ാമത്തെ വർഷം, കഴിഞ്ഞ വർഷം സുധിയുടെ ആണ്ടാണ് വരണമെന്ന് പറഞ്ഞതിന് ഞാൻ കേട്ട സൈബർ തെറികളും ഞാൻ എന്നും കേൾക്കുന്നുണ്ട്. അതില്ലേലും ഉണ്ടെങ്കിലും ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ ഈ വർഷം അങ്ങനെ ഒരു ചടങ്ങ് നമ്മൾ നടത്തുന്നില്ല. ഒരു ചടങ്ങ് നടത്തുന്നില്ല എന്നുള്ള സത്യമാണ്. ഞാൻ ചിലപ്പോൾ കാണും, എനിക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും അത്യാവശ്യം കാണുമായിരിക്കും. മനസ്സിലായോ? അവിടെ വീട്ടിൽ ഒരു ചടങ്ങും ഇല്ല. നമുക്ക് ഞാനത് പറഞ്ഞതാണ്, വീട്ടിൽ ഒരു ചടങ്ങും ഇല്ല. അതുപോലെ തന്നെ മൂന്നാം വർഷമായിട്ട് നമുക്ക് വീട്ടിൽ ഒരു ചടങ്ങും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ഒരു ചടങ്ങും വേണ്ട. ഇപ്പൊ ആരും ഈ രേണുവിനെ കുറിച്ച് പുള്ളിക്കാരുടെ ഒരു മെഡിക്കൽ കണ്ടീഷൻ ഇങ്ങനെ ആയതുകൊണ്ട് ആരും എടുക്കാത്തതിനെ തുടർന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഈ രേണുവിന്റെ തന്നെ അവസാനമായിട്ട് ഇറങ്ങിയ ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്. എനിക്കൊന്ന് 2-3 ദിവസത്തിന് മുമ്പ് ഇറങ്ങിയ ഒരു ഷോർട്ട് ഫിലിമാണ്. അതിന്റെ വ്യൂസ് ഒക്കെ ഒന്ന് കയറി നോക്ക് എങ്ങനെ ഉണ്ടെന്ന്. വളരെ പത്തറ്റിക് സാധനമാണ്. അതിനു വേണ്ടിയിട്ട് മുടക്കിയിട്ടുള്ള ആ നിക്കറിന്റെ ഉടുപ്പിന്റെയും പോലും പൈസ കിട്ടിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? മാക്സിമം ആൾക്കാരിലേക്ക് ഇത് എത്തിക്കാനുള്ള ഏറ്റവും നല്ല സോഴ്സ് എന്താണ്? അത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ തന്നെ. ആ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ഈ സാധനം എടുത്തു വെച്ചൊന്ന് റിയാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കയറിപ്പോവും. കാരണം 11-12 ദിവസമായിട്ട് രേണുസുതി ഇതിനു മുമ്പ് അഭിനയിച്ച എന്തോ കുറ്റിക്കാട്ടിലെ ഇളം കാറ്റോ അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ഞാൻ ആ സാധനം എടുത്തു വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് അതെ, നമ്മൾ എൻ്റെ ഒരു മോനുണ്ടായിരുന്നല്ലോ റിയാക്ട് ചെയ്യാനായിട്ട്. അതിനകത്ത് ബാക്കിൽ നിന്നൊരു വീഡിയോ ഇല്ലായിരുന്നോ? ആ വീഡിയോ
അപ്പൊ അതിനകത്ത് റിയാക്ട് ചെയ്ത സമയത്ത് 25,000K മാത്രം വ്യൂ ഉണ്ടായിരുന്നു. 25,000K മാത്രം വ്യൂ ഉണ്ടായിരുന്നു. അത് നമ്മൾ റിയാക്ട് ചെയ്തതിന് ശേഷം ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ 48K. ആൾക്കാർക്ക് ഡിസ്റ്റർബൻസ് ആവും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. അമ്മോന് സംസാരിക്കുന്ന സമയം തരാം. 48K ആയിരുന്നു അതിനുശേഷം വ്യൂസ് വന്നത്. അപ്പം അതിലൂടെ ആൾക്കാർ ഒരുപാട് എത്തി, ആ ചാനൽ എൻഗേജ്ഡായി, ആ വീഡിയോ എൻഗേജ്ഡായി. അതേ സെയിം സ്ട്രാറ്റജി തന്നെയാണ് ഇപ്പം ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നെഗറ്റീവിലൂടെയും പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നുണ്ട്, അതിലൂടെ റീച്ചിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളത് നിങ്ങൾ പറയാതെ പറയുന്നുണ്ട് കേട്ടോ. ഇനി ആ പെണ്ണിന് അയച്ചിട്ടുള്ള വോയിസ് മെസ്സേജ് ഉണ്ട്, ടെക്സ്റ്റ് മെസ്സേജ് ഉണ്ട്. ഈ സാധനങ്ങൾ ഞാനിന്ന് കാണിച്ചു തരാം. ഏത് പിന്നെ രേണുവിന്റെ തുണിയില്ലാതെ നടക്കുന്ന ഏത് ഫോട്ടോ നിങ്ങളുടെ ഇത് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇത് നമ്മളൊരു ചാനലാണ്, പിന്നെ എന്തുവാ ഷോർട്ട് ഫിലിംസ് ഒക്കെ ഇടുന്നത് നമ്മുടെ ചാനലാണ്. അപ്പം അതെടുത്ത് ട്രോള് എന്ന് പറഞ്ഞത് അത്ര വലിയ മഹാ അപരാധമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അയ്യേ, നിങ്ങൾക്ക് നാണമില്ലേ സ്ത്രീ ഇങ്ങനെ പറയാനായിട്ട്? നിങ്ങളായിട്ട് തന്നെ അഭിനയിച്ച, നിങ്ങളുടെ കൂട്ടുകാരി കൂടെ ഒരുമിച്ച് അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിം, ആ ഷോർട്ട് ഫിലിമിന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുത്തു വെച്ച് ട്രോളാനെന്ന്. ട്രോളെന്ന് വെച്ചാൽ എന്തുവാ? നല്ല സാധനത്തിനാണോ നമ്മൾ ട്രോളുന്നത്? അല്ല. ഒട്ടും കൊള്ളാത്ത, അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞ ആൾക്കാർക്ക് ചിരി വരുന്ന സാധനങ്ങൾ, ചിരി ഉളവാക്കുന്ന സാധനങ്ങളെയാണ് നമ്മൾ ട്രോളാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന സാധനം ട്രോളാൻ വേണ്ടിയുള്ളൊരു സാധനമാണെന്ന് അതിൽ അഭിനയിച്ച നിനക്കും നിന്റെ കൂട്ടുകാരിക്കും ബോധമുണ്ടല്ലോ, അത് തന്നെ നിങ്ങളുടെ നിലവാരം വ്യക്തമാക്കുന്നുണ്ട്. സജിനെ വിളിച്ച് തിരക്കാനേ പോയില്ല, ഈ സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് തിരക്കാൻ പോയിട്ടില്ല. പക്ഷേ ഞാൻ വേറൊരാളെ വിളിച്ചിട്ട് ഈ അസുഖ വിവരം തിരക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ 2-3 ദിവസം മുന്നേ സജിന വീണ്ടും എനിക്കൊരു വോയിസ് ഇട്ട്. ആ വോയിസ് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ഇടേ ഇത് രേണുസുതി അഭിനയിച്ച പുതിയ ഷോർട്ട് ഫിലിമാണ്. അതിനകത്തുനിന്ന് എടുത്ത് ക്ലിപ്സ് എല്ലാം എടുത്തിട്ടൊരു ട്രോള് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. ചാനൽ നമ്മുടെയാണ്, കമോൺ മീഡിയ എന്നാണ് ചാനലിൻ്റെ പേര്. ഹൈപ്പ് പോകുന്നെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യട്ടാ. വീഡിയോ കണ്ടിട്ട് അതിനകത്തുനിന്ന് എന്തെങ്കിലും ക്ലിപ്പ് കട്ട് ചെയ്തിട്ട് ട്രോൾ ചെയ്യുന്നെങ്കിൽ ട്രോൾ ചെയ്യാം. അയ്യയ്യേ, എന്തൊരു ദാരിദ്ര്യമില്ലേ! സ്വന്തമായിട്ടൊരു ഷോർട്ട് ഫിലിം എടുക്കുന്നു, അതിനകത്ത് അഭിനയിക്കുന്നു, അതിനകത്ത് അഭിനയിക്കാനായിട്ട് ആളെ കൊണ്ടുവരുന്നു, അവർക്ക് കാശ് കൊടുക്കുന്നു, ലൈറ്റൊക്കെ സെറ്റ് ചെയ്യുന്നു, ക്യാമറ വരുന്നു, സ്റ്റാർട്ട് ആക്ഷൻ, കാലീനേ ഇങ്ങനെ വീഡിയോ എടുത്ത് പൊങ്ങി തല വരെയൊക്കെ വരുന്നു, കയ്യും കാലൊക്കെ വീഡിയോസ് എടുക്കുന്നില്ല കുഞ്ഞെ. എന്തൊരു കഷ്ടപ്പാടാണ് ഇവർ വീഡിയോ എടുക്കുന്നത്. ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്ത് അതെടുത്ത് നിങ്ങൾ വലുതായിട്ട് ഫേമസ് ആക്കി രേണുസുതിയുടെ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഈ സാധനം അങ്ങോട്ട് പോസ്റ്റ് ചെയ്തതിന് ശേഷം വീഡിയോ ഓടാൻ വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് എടുത്ത് വെച്ച് ട്രോൾ ചെയ്യാനെന്ന്. അങ്ങനെയാണ് നിങ്ങൾ നൈസായിട്ട് നോർമലി മൊബൈലിനകത്ത് എടുത്താൽ മതിയായിരുന്നല്ലോ അല്ലേ? മൊബൈലിനകത്ത് എടുത്ത് വെച്ചായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അത് സുഖമായിട്ട് എടുത്ത് തീരാവുന്നൊരു കാര്യമായിരുന്നു. അപ്പം മൊബൈലിനകത്ത് എടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന കാര്യമല്ലേ ഉള്ളായിരുന്നു. ബാക്കി സജീന എന്താണ് പറയുന്നത്? ആ ഒരു ആൽബം, അവരുടെ പുതിയതായിട്ട് തുടങ്ങുന്ന ആൽബം, അത് ഞാൻ എടുത്തിട്ട് വേണമെങ്കിൽ ട്രോള് ചെയ്തു. അതായത് എനിക്കൊരു ഉപകാരം തരികയാണ്, വേണമെങ്കിൽ ട്രോള് ചെയ്തു. അയ്യോ, വേണമെങ്കിൽ ട്രോൾ ചെയ്യാനാണ്. അപ്പൊ ആവശ്യം ആർക്കാ? അവർക്ക്. അതായത് ആ വീഡിയോ എടുത്തവർക്ക് ആവശ്യം വേണമെങ്കിൽ ട്രോൾ ചെയ്യുന്നു. നമുക്കിപ്പോ അവരെ മാത്രം വെച്ച് വീഡിയോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഒരുപാട് ആൾക്കാരല്ലേ വീഡിയോ, അതിന്റെ ആവശ്യമല്ലേ ഉള്ളൂ. ഞാൻ ട്രോൾ ചെയ്യാൻ പോയില്ല. ഞാൻ ആ ഒരു നോക്കാനേ പോയില്ല, തിരിച്ച് റിപ്ലൈ കൊടുക്കാനും പോയില്ല. കാരണം വേണമെങ്കിൽ ട്രോള് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ എടുത്തിട്ട് ട്രോളാൻ വേണ്ടി സജീന എന്നോട് ആവശ്യപ്പെട്ട എൻ്റെ വാട്സപ്പിൽ സജീന അയച്ച വോയിസ് മെസ്സേജാണ്. അതായത് ട്രോളാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം പൊക്കിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് പറഞ്ഞ കാര്യം ശരിയായി പോയില്ല, എന്നാലും അത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു മെസ്സേജ് അയക്കുന്നു. എന്ത് പറഞ്ഞാലും ഞങ്ങള് എങ്ങനെ അത് തന്നെ കട്ടാക്കും. നമുക്ക് എല്ലാം കട്ടാക്കാം. ബാക്കി കാണാം. ഇത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ എൻ്റെ 2-3 ഫ്രണ്ട്സ് ഉണ്ട്, ആ ഫ്രണ്ട്സുകളുമായിട്ട് ഞാൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ എന്നോട് സജീന ഈ ഒരു വിഷയം ട്രോൾ ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. രേണുവിന്റെ തുണിയില്ലാതെ നടക്കുന്ന ഏത് ഫോട്ടോ നിങ്ങളുടെ ഇത് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇത് നമ്മളൊരു ചാനലാണ്, പിന്നെ എന്തുവാ ഷോർട്ട് ഫിലിംസ് ഒക്കെ ഇടുന്നത് നമ്മുടെ ചാനലാണ്. അപ്പം അതെടുത്ത് ട്രോള് എന്ന് പറഞ്ഞത് അത്ര വലിയ മഹാ അപരാധമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അതിനു മുമ്പ് ഇയാൾക്ക് ഇട്ടുന്ന വോയിസ് എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയണമെങ്കിൽ പറഞ്ഞോളൂ, നോ പ്രോബ്ലം. അത് ഞാൻ റിയാക്ട് ചെയ്തോളാം. എന്തായാലും ഈ കമന്റ് ഇടുന്നവന്മാരുടെ ഒക്കെ കഴപ്പെങ്കിലും തീർത്തു കൊടുക്കണം. അയ്യേ, ഇത്രയൊക്കെ ഉള്ളു. ഇവരുടെ വീഡിയോസിനും ഇവര് ചെയ്യുന്ന റീച്ച് എന്ന് പറയുന്നത് ഇതാ. ഇവര് പറയാതെ പറയുന്നത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് ഇവരുടെ റീച്ച് എന്നും
ഇവര് സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കാനുള്ള കാരണവും അവർ തന്നെയാണ്. അത് 100-ൽ 110% ഇപ്പൊ ആരും വീഡിയോ റിയാക്ട് ചെയ്യാതായപ്പോഴത്തേക്കിന് അവര് തന്നെ പുറത്തോട്ട് വന്ന് തെളിയിച്ച്. സത്യം ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ ചെയ്യണമായിരുന്നു. ഇതുപോലെ നിങ്ങൾ അവിടെ പോയി റിക്വസ്റ്റ് ചെയ്യണമായിരുന്നു. അതായിരുന്നു വേണ്ടത്. അത് കൃത്യമായിട്ട് നിങ്ങൾ വന്ന് കയറി. നമ്മളങ്ങോട്ട് ചൂണ്ടയിട്ടതുമല്ല, നിങ്ങൾ എവിടെയോ കിടന്നൊരു ചൂണ്ടയ്ക്കകത്ത് നിങ്ങൾ കയറി പിടിച്ച് മേളി കരയിലേക്ക് വന്നത് വളരെ നല്ല കാര്യം. കുറേ എണ്ണം കിടന്ന് പറയുന്നുണ്ടായിരുന്നു അതിനെ അങ്ങ് വിട്, അതിന് ഇനി വീഡിയോ ചെയ്യില്ല, റിയാക്ട് ചെയ്യില്ലെന്ന്. അങ്ങനെ പറഞ്ഞവന്മാർക്കെല്ലാം ഒരു മറുപടിയും ഈ രേണുസുധിയുടെ കൂട്ടുകാരും ഇവിടെ കാണിച്ചു വെച്ചിട്ടുള്ള സാധനം. കാരണം ഇതുപോലെ പറഞ്ഞത് കൊണ്ടാണേ ഇപ്പം റീച്ച് എന്ന് പറയുന്നത് നമ്മൾ വഴിയാണെന്നുള്ളത് കാണുന്ന കുറച്ചു പേർക്കെങ്കിലും വ്യക്തമായിട്ട് മനസ്സിലായത്. അപ്പം ശരി.